എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്. ഏകദേശം 75 വർഷത്തെ പാരമ്പര്യമുള്ള DMKയും 45 വർഷത്തെ പാരമ്പര്യമുള്ള ADMK ഒക്കെ ഒരു വർഷം മാത്രം പ്രായമുള്ള ഒരു പാർട്ടി വെച്ചിട്ട് വിജയ് 100-ലധികം സീറ്റുകൾ നേടിയിരിക്കുകയാണ്. എന്താണ് ഈ ബലം സൂചിപ്പിക്കുന്നത്? ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. കാരണം നമ്മുടെ എല്ലാ പ്രവചനങ്ങളും നന്ദു പറഞ്ഞതുപോലെ എല്ലാ പ്രവചനങ്ങളും കാറ്റിൽ പറന്നു. എനിക്ക് തോന്നുന്നു ആകെ ഒരൊറ്റ ഏജൻസി മാത്രമാണ് തമിഴ്നാടിന് കൃത്യമായിട്ട് ചെയ്തിരിക്കുന്നത്, ആക്സിസ് മൈ ഇന്ത്യ. ബാക്കി സിനിമ അങ്ങനെയാണ്, സിനിമയുടെ ലോകം. ഈ വിജയ് ഫാൻസിന് ആഹ്ലാദിക്കാനും അർമാദിക്കാനുള്ള എല്ലാ ചേരുവകളുമുള്ള ഒരു ഇലക്ഷനാണ് ശരിക്കും ഇത്. കാരണം ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണ് ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ. വിജയ്ക്ക് ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണ്. സത്യത്തിൽ വേറൊരു വലിയ രസമുണ്ട്. വിജയുടെ ഒരു സിനിമ ഇപ്പം കയ്യാലപ്പുറത്ത് കിടക്കുക, ജനനായകൻ. അതൊരു വിജയുടെ രാഷ്ട്രീയം കൃത്യമായിട്ട് പറയുന്നൊരു സിനിമയായിരുന്നു. ആ സിനിമ റിലീസ് ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കുന്നൊരു സമയത്താണ് അതിനെ കടത്തി വെട്ടുന്ന ഒരു വലിയ ഹിറ്റായിട്ട് ഒരു സിനിമ, ഒരു ഇലക്ഷൻ. വിജയെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷൻ ഒരു ഒരു മെഗാ ഹിറ്റ് സിനിമയാണ് വിജയ് നേടിയിരിക്കുന്നത്. അത് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപക്ഷേ തമിഴ്നാടിന് മാത്രം സാധിക്കുന്ന ഒരുതരം രാഷ്ട്രീയമായിരിക്കും അത്. ആരും മുൻകൂട്ടി കണ്ടിട്ടില്ല. വിജയ് ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞൊരു വർഷത്തിനിടയ്ക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ വിജയ് നേരിട്ട പരിഹാസങ്ങൾ, വിമർശനങ്ങൾ ഒരുപാടുണ്ട്. അതിനുശേഷം വലിയൊരു ദുരന്തമുണ്ടായി. പലരും വിജയ് തള്ളി. ആ കരൂർ ദുരന്തത്തിന് ശേഷം രാഷ്ട്രീയക്കാർ മുഴുവനും, വിദഗ്ധർ മുഴുവനും വിജയ് എഴുതി തള്ളി. വിജയ്ക്ക് ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് വിജയ് ശരിക്കും വിജയുടെ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ തന്നെയുള്ള ഒരു അത്ഭുതം. ഏതോ ഗ്രഹത്തിൽ നിന്ന് വന്ന ആളുകളെ രക്ഷിക്കുന്നില്ല, അതുപോലെയുള്ള ഒരു വലിയൊരു അത്ഭുതമാണ് ഈ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജനുവരി മുതൽ വിജയ് നേരിട്ടുകൊണ്ടിരുന്നത് തുടർച്ചയായ തിരിച്ചടി. ഇപ്പോൾ പറഞ്ഞ കരൂർ ദുരന്തം പോലുള്ള സംഭവങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ സിനിമ റിലീസ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക, പിന്നെ ഈ കുടുംബജീവിതത്തെ പറ്റിയുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടാകുന്നു, പിന്നെ അതിൻ്റെ പിന്നാലെ തന്നെ ഈ ദുരന്തം ഉണ്ടാകുന്നു. മൊത്തത്തിൽ എല്ലാം പ്രതികൂലമാണ് എന്ന് വിചാരിച്ചിരിക്കുന്നിടത്ത് തമിഴ്നാട്ടിലെ ജനങ്ങൾ ഏകദേശം ഭരണം തന്നെ ഏൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ജനവിധി ഉണ്ടാവുകയാണ്. അത് എന്തുകൊണ്ടായിരിക്കും അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ട്വിസ്റ്റ് ആകുന്നത്? അത് തമിഴ്നാട് മാത്രമല്ല, ഈ സൗത്ത് ഇന്ത്യയിൽ മുഴുവനും ഇതിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. നമ്മളിപ്പം വിജയുടെ ഒരു അത്ഭുതമാണെന്ന് പറഞ്ഞല്ലോ. ഇതുപോലുള്ളൊരു അത്ഭുതം, അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയൊരു അത്ഭുതം എനിക്കൊന്ന് 80കളുടെ തുടക്കത്തിൽ ആന്ധ്രയിൽ കണ്ടിട്ടുണ്ട്. ശരിക്കും ഇന്ത്യൻ സിനിമയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സിനിമാക്കാർ ആദ്യമായിട്ട് രംഗപ്രവേശനം ചെയ്യുന്നത് ആന്ധ്രയിലാണ്. NT രാമറാവു. അതെനിക്കൊന്ന് 70കളുടെ അവസാനത്തിലാണ് NT രാമറാവുവിൻ്റെ ഒരു ആവിർഭാവം. രാമറാവു ഇതുപോലെ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിൽ വരുന്നു. തെലുങ്കുദേശം എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി ഉണ്ടാക്കുന്നു. ഒരൊറ്റ വർഷം ഇതേപോലെ തന്നെ ഒരൊറ്റ വർഷം കൊണ്ട് തന്നെ ആന്ധ്ര പിടിച്ചടക്കുന്നു. ആന്ധ്ര മാത്രമല്ല, അതിൽ വേറെ അത്ഭുതം കൂടി ഉണ്ട് രാമറാവുവിൻ്റെ കാര്യത്തിൽ. ആദ്യത്തെ ഇലക്ഷനിൽ ആന്ധ്ര തൂത്തുവാരി. പിന്നെ 84-ലെ ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം വലിയ കോൺഗ്രസ് വേവ് നടന്നില്ലേ, അന്ന് മുഖ്യ പ്രതിപക്ഷമാവാനും തെലുങ്കുദേശത്തിന് സാധിച്ചു. അതൊരു വലിയ അത്ഭുതമാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ വിജയിൽ കാണുന്നത്. പിന്നെ മാത്രമല്ല, തമിഴ്നാട് രാഷ്ട്രീയത്തിന് ഈ വിജയുടെ വിജയത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു 10 വർഷം ജയലളിതയ്ക്ക് മരിച്ചിട്ട് ഒരു 10 വർഷമായി, ഒരു പതിറ്റാണ്ടിന് ശേഷം വീണ്ടും ഒരു സിനിമാക്കാരൻ രാഷ്ട്രീയത്തിലേക്ക് വരാം. അപ്പോൾ അതിനിടയ്ക്ക് പലരും ശ്രമിച്ചു. ഇപ്പം വിജയകാന്ത് ഇടയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട്, കമലഹാസൻ ശ്രമിച്ചു. പക്ഷെ ഇവരൊക്കെ പരാജയപ്പെട്ടെടുത്ത് ആണ് വിജയ് ഇപ്പോൾ അത്രയും വലിയൊരു വിജയം സ്വന്തമാക്കിയത്. ഈ വിജയ് സിനിമകൾ എടുത്തു നോക്കുമ്പോൾ തന്നെ കഴിഞ്ഞൊരു 10-15 കൊല്ലമായിട്ട് വളരെ കെയർഫുള്ളായിട്ട് ഓരോ സിനിമയിലും രാഷ്ട്രീയം വിജയ് പറയുന്നുണ്ട് കൃത്യമായിട്ട്. അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് തന്നെ ആയിരിക്കുമോ ഇത്രയും വലിയൊരു ലാൻഡ് സ്ലൈഡ് വിക്ടറിയിലേക്ക്? തീർച്ചയായിട്ടും അത് ഈ സിനിമാക്കാർ മുഴുവനും ചെയ്യുന്ന ഒരു തന്ത്രമാണത്. കാരണം വിജയുടെ മുൻഗാമികളായിട്ടുള്ള തമിഴ്നാട്ടിൽ MGR ജയലളിതയും ഒക്കെ ചെയ്തിരിക്കുന്ന ഇതാണ്. അപ്പോൾ MGR രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് MGR വളരെ കൃത്യമായിട്ടാണ് MGRയുടെ സിനിമകൾ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാം. ഉലകം ചുറ്റും വലവനും, ഏഴയത്തോഴൻ, ഇങ്ങനത്തെ സിനിമകളിലൊക്കെ കൃത്യമായിട്ട് പാവങ്ങളുടെ നേതാവായിട്ട് വരുന്നു, പാവങ്ങളുടെ രക്ഷകനായിട്ട് വരുന്നു. അതുകൊണ്ട് ഇലക്ഷന് സമയം വരുമ്പോഴേക്കും MGRന് വളരെ എളുപ്പം വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ആളുകൾ കാണുന്നത് ഒരു രക്ഷകനായിട്ടാണ് MGRനെ. ഓൾമോസ്റ്റ് അതേ രീതിയിൽ തന്നെയാണ് വിജയുടെ കരിയറും. വിജയുടെ അവസാന കാലം എന്നല്ല, ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിന് കുറച്ച് മുൻപുള്ള കാലത്തുള്ള സിനിമകളെല്ലാം അങ്ങനെയാണ്. ഇപ്പോൾ മെർസലൊക്കെ വളരെ പച്ചയ്ക്ക് രാഷ്ട്രീയം പറയും, കേന്ദ്ര സർക്കാരായിട്ട് കൊമ്പ് കോർക്കൊക്കെ ചെയ്ത സിനിമയാണ്. അപ്പോൾ വിജയ് നേരത്തെ തയ്യാറെടുത്തിട്ടാണ് വരുന്നത്. അതിൽ വലിയ റിസ്ക്കും വിജയ് എടുത്തിട്ടുണ്ട്. വിജയ്ക്ക് എനിക്കൊന്ന് 10-51 വയസ്സോ മറ്റേ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്ക് സിനിമാ ജീവിതം മതിയാക്കാണെന്ന് വിജയ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സിനിമാ ജീവിതം മതിയാക്കി ഇനി ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, അങ്ങനെ വിജയ് പറഞ്ഞു. ഓൾമോസ്റ്റ് അത് തന്നെയാണ് ഈ MGR ഒക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷേ MGRനൊക്കെ ഒരു പ്രത്യേകത, കുറേ സിനിമ കഴിഞ്ഞ് ഒരുവിധം പ്രായമായതിനു ശേഷമാണ് രാഷ്ട്രീയത്തിൽ വരുന്നത്. വിജയ് അങ്ങനെയല്ല, വളരെ പ്രൈം ടൈമിൽ സിനിമ നിർത്തുന്നു, ഇനി ഞാൻ രാഷ്ട്രീയത്തിലാണ്, ജനസേവകനാണെന്ന്. അപ്പോൾ പൊതുപക്ഷെ ജനങ്ങൾ നന്നായിട്ട് സ്വീകരിച്ചിട്ടുണ്ടാവും. ഇപ്പം MGRൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ DMK പോലൊരു പാർട്ടിയിൽ നിന്നാണ് ADMK ഉണ്ടാകുന്നതും MGR പിന്നീട് അധികാരത്തിൽ വരുന്നതും. പക്ഷേ വിജയുടെ കാര്യം എടുക്കുമ്പം അതിൽ വലിയ വ്യത്യാസമുണ്ട്. വിജയ് ഇങ്ങനെ ഒരു പാർട്ടി ഇത്രയും ആൾക്കാരെ ഇലക്ഷന് നിർത്തുന്നു, മത്സരിക്കാൻ ഇറക്കുന്നു. ഇവർക്കാർക്കും ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പിൻബലം ഒന്നുമില്ല. വിജയ് എന്ന് പറയുന്ന ഒരൊറ്റ ഒരാളെ ബേസ് ചെയ്തിട്ടാണ് ഈ പാർട്ടി മുഴുവൻ നിലനിൽക്കുന്നത്.
ഇത് എത്രത്തോളം ബാക്കി ഈ വരാനിരിക്കുന്ന ഒരു 5 കൊല്ലം 5 വർഷം ഭരണം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും ഇത് ടേൺ ഔട്ട് ആവുക ഈ എന്നുള്ളത്? ADMK ആയിട്ട് ശരിക്കും ഒരു കമ്പാരിസൺ വിജയ്ക്ക് പറ്റില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. NT രാമറാവുമായിട്ടാണ് ശരിക്കും വിജയനെ കമ്പയർ ചെയ്യുന്നതിൽ അർത്ഥമുള്ളൂ. കാരണം ADMKക്ക് DMKയുടെ വലിയൊരു പാർട്ടി, അണ്ണാദുരൈ ഉണ്ടാക്കിയ ഒരു പാർട്ടിയുടെ വലിയൊരു പിൻബലമുണ്ട്, പ്രത്യയശാസ്ത്രത്തിൻ്റെ പിൻബലമുണ്ട്. മാത്രമല്ല ആ കരിയർ MGR തനിച്ചായിരുന്നില്ല. MGRൻ്റെ സിനിമകൾ മുഴുവനും വിജയിച്ചത് മുത്തുവേൽ കരുണാനിധി എന്ന് പറഞ്ഞിട്ടുള്ള സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ തീപ്പൊരി ഡയലോഗുകളാണ്. ഈ കരുണാനിധിൻ്റെ ഡയലോഗുകൾ പറഞ്ഞിട്ടാണ് ശരിക്കും MGR ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ വലിയൊരു കൂട്ടുകെട്ടിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു. പിന്നീടാണ് അവർ തെറ്റുകയും അകലുകയും രണ്ട് രാഷ്ട്രീയമായിട്ട്, രണ്ട് ബുദ്ധ വൈരികളൊക്കെ ആയിട്ട്, രണ്ട് പ്രസ്ഥാനങ്ങളായിട്ടൊക്കെ മാറുന്നത്. വിജയ്ക്ക് സത്യത്തിൽ അത്തരം പിന്തുണ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ശരിക്കും അതിന് വിജയമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് നമ്മൾ NT രാമറാവു ആയിട്ടാണ്. രാമറാവു എങ്ങനെയാണ് 77 ആന്ധ്രയിൽ വലിയ കൊടുങ്കാറ്റുണ്ടായിരുന്നു. കൊടുങ്കാറ്റ് ഒരുപാട് മരണങ്ങളുണ്ടായി, വലിയ നാശനഷ്ടങ്ങളുണ്ടായി. ആ സമയത്ത് സർക്കാർ നിർജ്ജീവമായിരുന്നു. നിസ്സംഗരായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് NTR തെരുവിലേക്ക് ഇറങ്ങുന്നത്. തെരുവിലിറങ്ങി NTR ആണ് ബാക്കി ജനങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തത്. അതിൻ്റെ ഒരു പിൻബലത്തിലാണ് പിന്നീട് എന്താ പറയുക തെലുങ്ക് ദേശം ഉണ്ടാവുന്നതും അതിന് വലിയ ജനസ്വാധീനമൊക്കെ കിട്ടുന്നത്. വിജയും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. ഒറ്റ ആളാണ്. വിജയ്ക്ക് അപ്പുറത്തേക്ക് TVക്ക് വേറെ ഒന്നുമില്ല. അത് ശരിക്കും അതിൻ്റെ ഒരു ന്യൂനതയുണ്ട്. ഈ വരാൻ പോകുന്ന ഒരു അപകടത്തിൻ്റെ ഒരു സൂചനയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം കരൂർ ദുരന്തം. കരൂർ ദുരന്തം ഉണ്ടായ സമയത്ത്, ദുരന്തങ്ങൾ ആദ്യമായിട്ടല്ല രാഷ്ട്രീയത്തിലും എല്ലാത്തിലും ഉണ്ടാവും, പക്ഷെ കരൂർ ദുരന്തം ആ TVക്ക് കൈകാര്യം ചെയ്തൊരു രീതി വലിയ വിമർശനത്തിന് ഇടവരുത്തിയിട്ടുണ്ട്. കാരണം ആ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ അവർക്ക് പാർട്ടി സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ദുരന്തം ഉണ്ടായതിനു ശേഷമുള്ള രക്ഷാപ്രവർത്തനങ്ങളിലും ഈ ഒരു പോരായ്മ നിഴലിച്ച് നിന്നിട്ടുണ്ട്. അതാണ് ജനങ്ങൾക്ക് ഇപ്പോഴൊരു ആശങ്ക. ഈ TVക്ക് ഭരണത്തിലേറി കഴിഞ്ഞാൽ ഇത് തന്നെ തുടരുമോ ഭരണത്തിലും എന്നുള്ളൊരു ആശങ്കയുണ്ട്. കാരണം ആർക്കും പരിചയമില്ല. വിജയ് അടക്കം സിനിമയിൽ കാണുന്ന ഒരു ഇതുപോലെയല്ല. വിജയ് അടക്കം ആർക്കും അനുഭവ പാരമ്പര്യമില്ല. പക്ഷെ അത് ഭരണത്തെ പ്രതികൂലമായി ബാധിക്കുമോ എന്നുള്ളൊരു ആശങ്ക എന്താ പറയുക, ജനങ്ങൾക്കല്ല, സാധാരണ പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാർക്ക്. ജനങ്ങൾക്ക് ആശങ്കയില്ല. കാരണം ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടായിരുന്നെങ്കിൽ വിജയ് ജയിക്കില്ലല്ലോ. 1 2 സീറ്റല്ല, 5 10 സീറ്റ് വിജയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഇത് 109 110 മറ്റോ ആയി നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഒരുപക്ഷെ 118 എന്നുള്ള മാജിക് ഫിഗർ മറികടന്നാൽ അത്ഭുതമൊന്നുമില്ല. ഇപ്പോൾ ഈ പറഞ്ഞ 118 എന്നുള്ള ഒരു മാജിക് ഫിഗർ ഇപ്പോൾ അതിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ വിജയ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളത് BJP ശത്രുവും DMK എതിരാളി എന്നാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വരാനിരിക്കുന്ന സഖ്യ സാധ്യതകൾ എന്തൊക്കെയായിരിക്കും? രാഷ്ട്രീയത്തിലെല്ലാം സാധ്യതകളാണ്. സാധ്യതകളുടെ കലയാണ് രാഷ്ട്രീയം നമ്മൾ പറയില്ലേ. കാരണം ഇപ്പം നമ്മൾ കാണുന്ന പല മിത്രങ്ങളും പിന്നെ എന്താ പറയുക ഒരു കാലത്ത് ശത്രുക്കളായിരുന്നു. പല ശത്രുക്കളും ഒരു കാലത്ത് മിത്രങ്ങളാണ്. ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ശത്രുക്കൾ ആരാണ്? BJPയുടെ ഏറ്റവും വലിയ 2 ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മമതാ ബാനർജിയും ഒന്ന് MK സ്റ്റാലിൻ. എന്ന് വെച്ചാൽ DMKയും TMCയും. ഈ TMC ഒരു കാലത്ത് BJPയുടെ സഖ്യകക്ഷിയായിരുന്നു. മമത റെയിൽവേ മന്ത്രിയായിരുന്നു. അതേപോലെ തന്നെ വാജ്പേയി മന്ത്രിസഭയിൽ DMK അംഗമായിരുന്നു. അപ്പോൾ ഇപ്പം ജമ്മു കാശ്മീരിൽ BJPയുടെ സഖ്യകക്ഷിയായിരുന്നു PDP. നമുക്ക് സങ്കല്പിക്കാൻ പറ്റും BJPയും PDP കൂടി ഒന്നിച്ച് ഭരിക്കുന്ന ഒരു സർക്കാർ. അപ്പോൾ രാഷ്ട്രീയത്തിൽ എന്താ പറയുക, ഇത് സാധ്യതകളുടെ കല. അതിനെങ്ങനെ ആളുകൾ ഉപയോഗിക്കുന്നു ഒന്നുമല്ല. വിജയ് BJPയുടെ ഒരു പ്രഖ്യാപിത ശത്രുവാണ്. കാരണം മെർസൽ പോലത്തെ പല സിനിമകളിലും കേന്ദ്ര സർക്കാർ അതിൽ നേരിട്ടുള്ള ആക്രമണമാണ് വിജയ് നടത്തുന്നത്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നിരന്തരം BJPക്കാർ എന്താ പറയുക, P ജോസഫ് വിജയ് എന്നുള്ളൊരു പേര് പോലും പ്രചരിപ്പിക്കുന്ന BJP പ്രവർത്തകരാണ്. പക്ഷേ ഈ കരൂർ ദുരന്തം ഉണ്ടായതിനു ശേഷം വിജയുടെ അടുത്ത് സോഫ്റ്റ് ആയിട്ടൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് BJP ആണ്. അണ്ണാമലൈ വളരെ സോഫ്റ്റായിട്ട് സാധാരണ രീതിയിൽ വളരെ രൂക്ഷമായിട്ട് കാര്യങ്ങൾ പ്രതികരിക്കുന്ന അണ്ണാമലയെ പോലത്തെ ഒരാൾ വളരെ തന്ത്രപൂർവ്വം, വളരെ മൈൽഡായിട്ടുള്ള അറ്റാക്ക് എന്ന് പറഞ്ഞുകൂടാ, ഒരു ഉപദേശ രൂപേണയൊക്കെയാണ് വിജയോട് സംസാരിക്കുന്നുള്ളൂ. അതിന് പുറമെ ഈ വിജയെ പിന്നെ മുന്നണിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് അമിത്ഷായുടെ നേതൃത്വത്തിൽ വലിയ ശ്രമവും നടന്നിട്ടുണ്ട്. അത് എടപ്പാടി പളനിസ്വാമിയുടെ ഒരു ഈഗോ വിഷയം കൊണ്ട് മാത്രമാണ് വിജയ് ഈ NDAയിൽ വരാതിരുന്നത്. അപ്പോൾ ആ സാധ്യതകളുടെ വാതിൽ എപ്പോഴും എല്ലാവരും തുറന്നു വിടും. എന്നാൽ മാത്രമേ രാഷ്ട്രീയം മുന്നോട്ട് പോകുള്ളൂ. പക്ഷെ ഇപ്പോൾ വിജയ് NDAയുടെ പിന്തുണ സ്വീകരിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല. പക്ഷെ അതൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഏത് രീതിയിൽ വേണമെങ്കിലും ആവാം. വിജയ് അപ്പോൾ മുഖ്യമന്ത്രിയാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടായി? വേറെ ഓപ്ഷൻ ഇല്ല. കാരണം വിജയ് ഒരു ജൂനിയർ പാർട്ണറായി നിൽക്കേണ്ട കാര്യം വിജയ്ക്കില്ല. അവിടെയാണ് എടപ്പാടി പളനിസ്വാമി നഷ്ടപ്പെടുത്തിയ വലിയൊരു അവസരം. വിജയ് നേരത്തെ NDA മുന്നണിയിൽ വന്നിരുന്നെങ്കിൽ അവർ ചെറിയ ADMKയേക്കാളും കുറഞ്ഞ സീറ്റുകളിൽ അവർ മത്സരിക്കുള്ളൂ. ഇതേ വിജയം എന്നാലും ഉണ്ടാവും. അപ്പോൾ സുഖമായിട്ട് എടപ്പാടി പളനിസ്വാമിക്ക് മുഖ്യമന്ത്രി ആവായിരുന്നു. ഇനിയിപ്പോൾ അത് സാധ്യമല്ല. കാരണം ഇനിയിപ്പം വലിയ പാർട്ണർ പിന്നെ എന്താ പറയുക വിജയാണ്. ഓൾമോസ്റ്റ് അതിൻ്റെ പകുതി സീറ്റേ ADMKക്കൊക്കെ ഉള്ളൂ. നമുക്ക് പറയാൻ വയ്യ ഇനി ADMK TVK സഖ്യം വരുമോ അല്ലെങ്കിൽ DMK TVK സഖ്യം വരുമോ എന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ വയ്യ, ഒന്നും തള്ളിക്കളയാനും സാധിക്കില്ല. ഇപ്പോൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ തമിഴ്നാടിൻ്റെ രക്ഷകനാകാൻ വിജയ്ക്ക് കഴിയുമെന്ന് തോന്നുന്നുണ്ടല്ലേ? അതാണ് വിജയ് ആരാധകരും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ. കാരണം MK സ്റ്റാലിൻ്റെ 10 വർഷമായിട്ട് ഭരിക്കുന്നു. അതിനെതിരെ വലിയൊരു ജനവികാരം ഉണ്ടായിരുന്നു.
ഈ ജനവികാരത്തിന് കുറച്ചൊരു പ്രഷർ വോൾവായിട്ടായിരിക്കും TMK പ്രവർത്തിക്കാൻ നേരം നമ്മൾ ആദ്യം രാഷ്ട്രീയ വിദഗ്ധരൊക്കെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയായിരുന്നു. പക്ഷേ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. പ്രഷർ വോൾവല്ല, ഈ പ്രഷർ മുഴുവനായിട്ടും വിജയിലേക്ക് അങ്ങ് ഒഴുകിപ്പോയി. അപ്പം ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സിനിമയിൽ കാണുന്ന പോലെ വിജയ് തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ഒരു രക്ഷകനാവും ഒരു വിശ്വാസമുണ്ട്. ഇപ്പോൾ ഈ തമിഴ് സിനിമാ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ എപ്പോഴും ഇപ്പോൾ കമലഹാസൻ ആയിക്കോട്ടെ, അതിന് മുന്നേ രജനീകാന്ത് ആയിക്കോട്ടെ, അതിന് മുന്നേ ഉള്ള MGR ആയിക്കോട്ടെ, എല്ലാവർക്കും മുഖ്യമന്ത്രി പദത്തിലേക്ക് എപ്പോഴും ഒരു കണ്ണുണ്ടായിരുന്നു. അവരതിനു വേണ്ടി ശ്രമിച്ചിട്ടുമുണ്ട്. രജനീകാന്ത് മാത്രമാണ് ഒരു പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അതിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യം ഉണ്ടായി, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ട്. ഈ തമിഴ് സിനിമയും രാഷ്ട്രീയവും എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒന്നിച്ച് കിടക്കുന്നൊരു സംഭവമാണ്. അത് എന്താണ് അതിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കാൻ? ശരിക്കും രജനീകാന്ത് നഷ്ടപ്പെടുത്തിയൊരു ബസ്സാണിത്. ഈ വിജയ് വരുന്നതിന് മുൻപേ രജനി വന്നിരുന്നുവെങ്കിൽ ഇതിലും വലിയൊരു വിജയം, വലിയൊരു അത്ഭുതമാകുമായിരുന്നു. ആളുകൾ ഈ MGRൻ്റെ ഒരു പിൻഗാമിയായിട്ട് രജനീകാന്തിനെ കണ്ടൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ രജനി ഒരു റിസ്ക് എടുക്കാൻ രജനി തയ്യാറായതില്ല. പൊതുവേ ശക്തമായ രാഷ്ട്രീയ നിലപാടുകൾ പരസ്യമായിട്ട് സ്വീകരിക്കുന്ന ആളല്ല രജനി. വളരെ ഗോപ്യമായിട്ടൊക്കെ രജനി കാര്യങ്ങൾ പറയാറും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും പ്ലീസ് ചെയ്യുന്നൊരു സമീപനമാണ് രജനിയുടെ ഉണ്ടായിരുന്നത്. രജനി ആയിരുന്നെങ്കിൽ ഇതൊന്നും അല്ല സംഭവിക്കുമായിരുന്നു. പക്ഷെ പിന്നീട് ഈ ജയലളിതയ്ക്കും MGRനും പുറമെ ഒരുപാട് പേര് സിനിമയിൽ കൈ നോക്കി. ഇപ്പോൾ ശിവാജി, MGRനൊപ്പം നിന്ന ആളാണ് ശിവാജി. പക്ഷേ ശിവാജി പലതവണ മറിഞ്ഞ് ശിവാജി പിന്നെ എന്താ പറയുക DMKയുടെ ഒപ്പം പോയി, പിന്നെ കോൺഗ്രസിനൊപ്പം പോയി, പിന്നെ സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കി. പക്ഷെ അതൊന്നും വിജയിച്ചില്ല, പാതി വഴിയിൽ ഉപേക്ഷിച്ചു. പിന്നെ വന്ന് വിജയകാന്ത് ആയിരുന്നു, MDMK. വിജയകാന്ത് കുറേ പിന്നെ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി. ഈ MGR വന്നതുപോലെ ഓട്ടോറിക്ഷ കൊടുക്കുന്നു, സഹായിക്കുന്നു, രക്ഷകനായിട്ട് അവതരിക്കുന്നു, കുറേ സീറ്റുകളൊക്കെ നേടി. പക്ഷേ വിജയകാന്തിന് അത് പൂർണ്ണമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. പിന്നീട് ആരോഗ്യ പ്രശ്നം കാരണം അത് പാതി വഴി നിന്നുപോയി. പിന്നെ കമലഹാസനായിരുന്നു വലിയൊരു വരവ് വന്നിരുന്നത്, മക്കൾ നീതി മയ്യം. പക്ഷേ കമലഹാസൻ്റെ ഒരു പ്രത്യേകത, കമൽ രജനിയെ പോലെ ഒരു ജനനായകൻ ഒരു ഇമേജ് കമലഹാസനുണ്ടല്ലോ. മികച്ച നടനാണ്, പക്ഷേ ജനപ്രിയ താരമായിരുന്നില്ല. അത് തന്നെ കമലഹാസൻ്റെ പാർട്ടിയിലും ബാധിച്ചു. അപ്പം കമലഹാസൻ മത്സരിച്ച് കോയമ്പത്തൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂർ മണ്ഡലത്തിൽ മത്സരിച്ച് തോറ്റുപോയി BJPയുടെ വനതി ശ്രീനിവാസനോട്. പക്ഷെ അവിടെ നിന്ന് വിജയ് വരുമ്പോൾ ആളുകൾക്ക് ഈ സംശയം ഉണ്ടായിരുന്നു, കമലഹാസൻ്റെ ഗതി തന്നെയായിരിക്കും. കമലഹാസൻ ആ പാർട്ടി പിരിച്ചു വിട്ടു. പിന്നീട് DMKയുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പം രാജ്യസഭ MP ആയിരിക്കുന്നത്. വിജയും ഇങ്ങനെ ആയിരിക്കും എന്നായിരുന്നു ആളുകൾ വിചാരിച്ചിരുന്നത്. പക്ഷെ അതൊക്കെ നമ്മൾ കരുതുന്ന പോലെ അല്ല ജനങ്ങൾ, എന്താ പറയുക, ജനങ്ങളുടെ മനസ്സിലുള്ളത്. സിനിമ അങ്ങനെയല്ലേ, എല്ലാ സിനിമയും വിജയിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു മെഗാ ഹിറ്റായിട്ടുള്ള സിനിമ, ഏറ്റവും വലിയൊരു ദക്ഷിണേന്ത്യയുടെ ഏറ്റവും വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിട്ടാണ് വിജയൻ്റെ ഈ വിജയത്തിന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ അന്യം നിന്ന് പോയൊരു സംഭവമാണ് ഈ റിവെഞ്ച് പൊളിറ്റിക്സ്. നമുക്കൊരു 10 കൊല്ലം മുമ്പുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജയലളിത, കരുണാനിധി, ഒരു റിവെഞ്ച് പൊളിറ്റിക്സ് നമുക്ക് കാണാം. കേസുകൾ പരസ്പരം ജയിലിലാക്കുന്നു. ഇപ്പോൾ വിജയ് കഴിഞ്ഞ 10 വർഷമായിട്ട് വിജയുടെ സിനിമകൾ നേരിടുന്നതും അല്ലാതെയുള്ള റെയ്ഡുകളും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഒരു റിവെഞ്ച് പൊളിറ്റിക്സ് ഇനി തമിഴ്നാട്ടിലുണ്ടാവും. ഈ റിവെഞ്ച് പൊളിറ്റിക്സിൻ്റെ ഒരു ഭാഗമാണ്, പ്രത്യേകിച്ച് തമിഴ്നാട് പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. കാരണം ഉറ്റമിത്രങ്ങളായിരുന്നു പിന്നെ MGRും കരുണാനിധിയും. പക്ഷെ പിന്നീട് അവർ രണ്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നതോടുകൂടി അതിൻ്റെ കഥയാകെ മാറി. ഇപ്പോൾ നമ്മൾ ജയലളിത മുഖ്യമന്ത്രി ആവുന്ന കാലത്ത് കരുണാനിധി അറസ്റ്റ് ചെയ്ത് ഓർമ്മയില്ലേ, കാപ്പാത്തങ്കോ എന്ന് പറഞ്ഞിട്ടല്ലോ നിലവിളിയും. അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ തുടരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് ചെയ്യാതിരുന്നാൽ വിജയ്ക്ക് ജനങ്ങളിൽ കൂടുതൽ എന്താ പറയുക ഇടം നേടാൻ സാധിക്കും. സത്യത്തിൽ എനിക്കൊന്ന് വിജയ് ആരാധകർ വിജയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതല്ല, രക്ഷകനല്ല, ഒരു ദൈവതുല്യമായിട്ടാണ് അവർ വിജയനെ കാണുന്നത്. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആയിരിക്കില്ല. പക്ഷേ തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ, ഈ പകവീട്ടലിലൊരു ഇതിൻ്റെ നമ്മുടെ ജനിതകത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം തമിഴ് ഏറ്റവും വലിയ സമ്പന്നമായിട്ട് സംസ്ഥാനങ്ങളിലൊന്നാണ് GDPയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും. അപ്പോൾ അതിനൊന്നും വിഘാതം വരുന്ന സംഗതികൾ വിജയുടെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വിജയ് ജനങ്ങൾക്ക് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളും ഒക്കെയാണ്. അത് തുടരുമെന്ന് തന്നെയാണ് തോന്നുന്നത്. വിജയുടെ സിനിമകളിൽ നമ്മൾ കാണുന്ന ഒരു വിജയ് തന്നെ ആയിരിക്കും രാഷ്ട്രീയത്തിലും നമ്മൾ ഭരണത്തിലും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ സിനിമകളിൽ കാണുന്ന പോലെ തന്നെ ഒരു നല്ല ഭരണം കാഴ്ചവെക്കാൻ വിജയ്ക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കഴിയട്ടെ. നമ്മൾ അയൽ സംസ്ഥാന കേരളമായിട്ടൊക്കെ നല്ല ബന്ധം വിജയ് കാത്തു സൂക്ഷിക്കുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമുക്ക് തമിഴ്നാടായിട്ട് ചില തർക്കങ്ങളൊക്കെ, ഈ മുല്ലപ്പെരിയാർ പോലത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്റ്റാലിൻ പിണറായി നല്ലൊരു സഖ്യമായിരുന്നു, നല്ല കൂട്ടുകെട്ടായിരുന്നു. അതൊക്കെ വീണ്ടും തുടരും. എന്തായാലും ഇവിടെ പിണറായി ഭരണം കഴിഞ്ഞു, അപ്പോൾ അവിടെയും ഭരണമാറ്റം ഉണ്ടായി. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഒരു സംഘർഷമൊക്കെ വരാം, പക്ഷെ വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷകളല്ലേ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ ഒരു അടിത്തറ.